സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി കാരുണ്യമായി അൽത്താരയിൽ നമ്മോട് കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ തിരുമണിക്കൂറിൽ ലോകം മുഴുവൻ്റെ മേൽ കരുണ ചൊരിഞ്ഞ സമയമാണല്ലോ ഈ 3 മണി സമയം. നിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനായി നീ ഞങ്ങൾ ആഹ്വാനം ചെയ്ത സമയം. കർത്താവ്, ഈ തിരുമണിക്കൂറിൽ നിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ ഓരോ അനുഗ്രഹങ്ങളെയും ഓർക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിൻ്റെ മുമ്പിലായിരിക്കുവാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. കർത്താവായ ഈശോയെ, ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾ എന്തായിരിക്കുന്നു അത് പൂർണ്ണമായി നിൻ്റെ കാൽക്കൽ സമർപ്പിച്ച് നിൻ്റെ കരുണയിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങളിതാ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ നിത്യരക്ഷ നീ നേടിത്തുന്നത് കാൽവരിയിൽ നീ ചിന്തിയ ഓരോ തുള്ളി രക്തത്തുള്ളികളും കൂടിയാണ്. ഓരോ രക്തത്തുള്ളിയും നീ ശരീരത്തിലേറ്റ പീഡകളും ഞങ്ങൾക്ക് രക്ഷ നേടിത്തന്നു. കർത്താവേ, ആ തിരുരക്തത്തിൻ്റെ വലിയ യോഗ്യതയാൽ, തിരുശരീര രക്തങ്ങളുടെ ആ വലിയ യോഗ്യതയാൽ കർത്താവേ, നിൻ്റെ കാരുണ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ തിരുരക്തത്തിൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുമ്പോൾ ഞങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ നാഥന്റെ സന്നിധിയിൽ ഈ കൃപയുടെ സമയത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഒരു പ്രത്യേകമായി ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്കും എപ്രകാരമാണ് ദൈവത്തിൻ്റെ കരുണ ലഭിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയമാണ്. തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ഓരോ കുടുംബത്തെയും വളരെ പ്രത്യേകമായ കരുണയോടെ കടാക്ഷിക്കുന്നത് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിൽ എന്തുമാത്രം കാരുണ്യം അവരുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയുന്നു. പാപം മൂലം പറുദീസ അവർക്ക് നഷ്ടമായെങ്കിലും അവരെ ഉപേക്ഷിക്കുവാനോ അവരെ നശിപ്പിക്കുവാനോ അല്ല, വീണ്ടും ചേർത്ത് പിടിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ കുടുംബം, അബ്രാഹത്തിൻ്റെ കുടുംബത്തെ, ഇസഹാക്കിൻ്റെ കുടുംബത്തെ, യാക്കൂബിൻ്റെ കുടുംബത്തെയൊക്കെ എപ്രകാരമാണ് ദൈവം കരുണയോടെ കടാക്ഷിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും പ്രതീക്ഷകളൊക്കെ മങ്ങിപ്പോയ സാഹചര്യങ്ങളിൽ, പലപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ മുറിഞ്ഞു പോകുമെന്നുള്ള തോന്നലുകൾ ഉണ്ടായ സമയത്ത് പോലും ദൈവം കരുണ കാണിച്ചപ്പോൾ അത് അവരെ ഓർമ്മപ്പെടുത്തിയൊരു കാര്യം, അവരെ വിളിച്ചിരിക്കുന്ന ദൈവം കരുണയുള്ള ദൈവമാണെന്ന്. ആ കരുണയുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ച കുടുംബങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കരുണ ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത് തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ തോബിത്തിൻ്റെ പ്രാർത്ഥന, ദൈവത്തിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് തോബിത്തും സാറായും ഒരുപോലെ നിന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും.
അവരുടെ ജീവിതത്തിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒത്തിരിയേറെ സംഘർഷവുമായിട്ടാണ് അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം സാറാ ആ വിവാഹവതി ആയി കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രാവശ്യവും അവളുടെ ആദ്യ തന്നെ അവൾ കല്യാണം കഴിച്ച ആ വ്യക്തി മരണമടഞ്ഞു പോയിട്ടുണ്ട്. ഒത്തിരിയേറെ ഭീതിയോടെ ആകുലതയോടെയാണ് അവൾ വീണ്ടും ഈ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തോബിയാസും സാറായും ഒരുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ മുമ്പിലായിട്ട് വിവാഹമെന്ന കൂദാശയിൽ ബന്ധിതരായതിനു ശേഷം അവർ ഒരുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. അവർ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും വാഴ്ത്തട്ടെ. ഈ ഒരു പ്രാർത്ഥനയുടെ ആദ്യഭാഗം തന്നെ ദൈവത്തിൻ്റെ ആ ഒരു വലിയ മഹത്വത്തെ പ്രകീർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തെ വാഴ്ത്തി പാടിക്കൊണ്ടാണ് അവരുടെ പ്രാർത്ഥന ആരംഭിക്കുക. വീണ്ടും അവരുടെ മുൻ തലമുറയ്ക്ക് ദൈവം ചെയ്ത ഓരോ കാരുണ്യത്തെയും ദൈവത്തിൻ്റെ മനസ്സ് എപ്രകാരമാണെന്ന് അവരുടെ തുടർന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയുന്നു, അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു, അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവ വംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് വേണ്ടി അവനെ പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. ദൈവത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുകയാണ് അവരുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കുടുംബത്തെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ആ ഒരു വലിയ മനസ്സ് സങ്കല്പം എന്താണ് എന്നുള്ളതും അവരുടെ പ്രാർത്ഥനയിൽ വന്നു. അവർ വീണ്ടും പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണ്: കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്തിലല്ല, നിഷ്കളങ്കമായ പ്രേമത്തിലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടടുത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും ഇവളോടടുത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും കർത്താവെ, അവിടുത്തെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ. തോബിയാസും സാറായും ദൈവത്തിൻ്റെ മുമ്പിൽ വിവാഹമെന്ന കൂദാശ ബന്ധിതരായതിനു ശേഷം അവർ പ്രാർത്ഥിക്കുന്നൊരു കാര്യം ഇതാണ്: കർത്താവെ, അവിടുത്തെ കാരുണ്യം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. എൻ്റെ ജീവിത പങ്കാളിയുമൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നത് വരെ ഒരുമിച്ച് ജീവിക്കുവാൻ കർത്താവെ കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലും ഇപ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം ശക്തമായി നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അവർ ഉറങ്ങാൻ കിടന്നു. അതിനുശേഷം റഘുവേൽ എഴുന്നേറ്റ് പോയി ചോദിച്ചു. അവർ വിചാരിച്ചിരിക്കുന്നത് ചിലപ്പം ഇത് കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും, അവർ ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. മരിച്ചു പോയെങ്കിൽ കുഴി വെട്ടി വെച്ചിട്ടാണ് അവർ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത്. ജീവിതത്തിലെ പ്രതീക്ഷകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങളിലും ദൈവം കൈവിടത്തില്ല എന്നുള്ള ഉറച്ച ബോധ്യമാണ് അവരെ കർത്താവിൻ്റെ കാരുണ്യം കുടുംബത്തിലേക്ക് ലഭിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതും പ്രാർത്ഥിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് നിലവിളിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശക്തമായി ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കരം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നത്, നമ്മുടെയൊക്കെ കഴിവുകളിലൊക്കെ ആശ്രയിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങളിൽ ആശ്രയിച്ച്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇൻഫ്ലുവൻസിലും അതുപോലെ തന്നെ മറ്റു കൂടെയുള്ളവരുടെയൊക്കെ സാന്നിധ്യത്തിലും ശക്തിയിലുമൊക്കെ പലപ്പോഴും ആശ്രയിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നത് പലപ്പോഴും ഒരു ഗതിയും വരാതെ ഇരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം, തോബിയാസും സാറായെ സംബന്ധിച്ചിടത്തോളം, അവർ രണ്ടുപേരും ഒരുപോലെ ഇരുന്ന് ശക്തമായ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിൻ്റെ കാരുണ്യം ചൊരിയണമേ. അവർ തിരിച്ചറിഞ്ഞ കാര്യമാണ്, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കുന്നത് കർത്താവേ നിൻ്റെ കരുണയ്ക്ക് മാത്രമാണ്. പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിൽ നീ നൽകിയ അതേ അനുഭവം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്നവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഉറച്ച വിശ്വാസത്തോടെയാണ് അവർ പ്രാർത്ഥിക്കുക.
പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മളും ധ്യാനിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി. നമ്മുടെ ജീവിതങ്ങൾ ഒഴുക്കിനനുസരിച്ച് നീങ്ങിപ്പോകുന്ന ഒരു ജീവിതം പോലെയാകാതെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ കരുണയുടെ കീഴിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിതങ്ങളായിട്ട് മാറുവാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കും. നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ കുറവുകളെയും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച്, കർത്താവേ, അവിടെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം ആവശ്യമാണ്, ഒരു മാനസാന്തരം ആവശ്യമാണ്, ഒരു ചേഞ്ച് ആവശ്യമാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവിൽ ആശ്രയിക്കാം. ദൈവകരുണയുടെ രൂപത്തിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. കർത്താവെ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. കാരണം മറ്റാരിലും ആശ്രയം വയ്ക്കാൻ പറ്റത്തില്ല. ആശ്രയം വയ്ക്കുന്നതിനെ, മറ്റുള്ളവരിൽ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതാണ്. ആ ഒരു വലിയ ബോധ്യമാണ് ദൈവകരുണയിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മൾ എന്തായിരിക്കുന്നുവോ, നമ്മൾ ഈ നിമിഷം വരെ ആയിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ദൈവം കരുണ വർഷിച്ചത് കൊണ്ടാണ്. നമ്മുടെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ സഹോദരി സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകാരെയും ഒക്കെ നമുക്ക് ലഭിച്ചത് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ ലഭിച്ചത് കൊണ്ടാണ്. കരുണ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് വീണുപോയ നിമിഷങ്ങളിൽ കർത്താവ് നമ്മളെ കൈവിട്ടിട്ടില്ല, തിരിച്ചു പിടിക്കുന്നവനാണെന്നുള്ള ബോധ്യത്തോടെ ആ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് തിരിച്ചു നടക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായി ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മനുഷ്യവംശത്തെ മുഴുവനെയും ദൈവത്തിൻ്റെ കരുണയുടെ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും സത്യമറിയുവാനും നിത്യരക്ഷ പ്രാപിക്കുവാനും കർത്താവേ, നിൻ്റെ കരുണ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമാണെന്നുള്ള ബോധ്യത്തോടെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ശരണം പ്രാപിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ലെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവനിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിരിക്കുന്നവരെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥകളെയും കർത്താവേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആത്മീയമായി നിന്നോട് ചേർന്ന് ജീവിക്കുവാനും ഞങ്ങളുടെ കുടുംബത്തിൽ നിൻ്റെ വലിയ കരുണ വെളിപ്പെടുവാനും കർത്താവെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവെ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അങ്ങേറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിലേക്ക് നിൻ്റെ കരുണ ചൊരിഞ്ഞ് അവരെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ശക്തനായ ദൈവത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,